വജ്രത്തിന് എബ്രായ ഭാഷയിൽ യാഹലൂം എന്നാണ് പറയുന്നത്. ഡയമണ്ട്, അഡാമന്റ്. പ്രാചീന എബ്രായർക്കോ യവനർക്കോ വജ്രത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് കരുതുവാൻ ന്യായവുമില്ല. വജ്രത്തെക്കുറിച്ചുള്ള കൃത്യമായ ആദ്യ സൂചന നമുക്ക് ലഭിക്കുന്നത് AD 12 മാനില്യൂസ് എന്ന ലത്തീൻ കവിയിൽ നിന്നുമാണ്. AD 1 നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിൽ പ്ലീനി വജ്രത്തെക്കുറിച്ച് പറഞ്ഞു. യവനരും റോമാക്കാരും വജ്രമെന്ന് വിളിച്ചത് കോറണ്ടം എന്നറിയപ്പെടുന്ന രത്ന ധാതുവിനെയാണ്. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കടുപ്പമുള്ളത് ഇതാണ്. ഇതിലെ പ്രധാന ഘടകം അലൂമിനിയം ഓക്സൈഡാണ്. ഇന്ദ്രനീലം, മാണിക്യം, പുഷ്പരാഗം മുതലായവ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. വജ്രത്തെ കുറിക്കുന്നതിന് 2 പദങ്ങളാണ് എബ്രായയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവ 2-3 പ്രാവശ്യം വീതം പ്രയോഗിച്ചിട്ടുമുണ്ട്. ഇതിലാദ്യത്തേത് വിലയേറിയതും പ്രഭയുള്ളതുമായ കല്ലിനെ കുറിക്കുന്നു. രണ്ടാമത്തേത് വളരെ കടുപ്പമേറിയ കല്ലിനെയാണ് കുറിക്കുന്നത്. മഹാപുരോഹിതന്റെ മാർപതക്കത്തിലെ 6ാമത്തെ രത്നത്തെ കുറിക്കുന്നതും സൂര്യലെ നിധികളുടെ വിവരണത്തിലെ വജ്രത്തെ കുറിക്കുന്നതും യഹലൂം എന്ന എബ്രായ വാക്കാണ്. പുറപ്പാട് 28:18, 39:11, യെഹെസ്കേൽ പ്രവചനം 28:13. മറ്റു 3 സ്ഥലത്തും കടുപ്പമുള്ള മുനയെ കുറിക്കുന്ന ഷമീർ എന്ന പദവുമാണ്. യെഹെസ്കേൽ പ്രവചനം 3:9, യിരെമ്യാ പ്രവചനം 17:1, സെഖറിയ പ്രവചനം 7:12. യിരെമ്യാവ് 17:1 ആലങ്കാരിക സൂചനയാണ്. വജ്രത്തിൻ്റെ മുനയോടുകൂടിയ ഇരുമ്പെഴുത്താണി കൊണ്ട് എന്നുപയോഗിച്ചിരിക്കുന്നു. ഇരുമ്പു പേന. യഹൂദയുടെ പാപം എഴുതിയിരിക്കുന്നുവെന്നാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്. തീക്കല്ലിനേക്കാൾ കടുപ്പമേറിയതാണ് വജ്രം. യെഹെസ്കേൽ പ്രവചനം 3:9. ഈ ഭാഗങ്ങളിൽ ഒന്നും തന്നെ ആധുനിക വജ്രം അല്ല വിവക്ഷിതം. ഇത്രയും കഠിനമായ കല്ലിൽ ആലേഖനം ചെയ്യാനുള്ള വിദ്യ എബ്രായർക്ക് വശമുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുമില്ല.